നമസ്കാരം. 10 വർഷങ്ങളോളം പീഡനങ്ങൾക്ക് വിധേയാക്കി 10 വയസ്സുകാരി സാറ ഷെരീഫിനെ കൊന്ന സാറയുടെ പിതാവിനും രണ്ടാനമ്മയ്ക്കും ഇനിയുള്ള ജീവിതം ജയിലിൽ തന്നെ കഴിയാനാകും വിധി. ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര പീഡനങ്ങളാണ് 2 വർഷ കാലയളവിൽ ഈ സ്കൂൾ വിദ്യാർത്ഥിനി ഏറ്റുവാങ്ങിയത്. അവസാനം ഈ കുരുന്നിനെ അതിക്രൂരമായി കാലപുരിക്ക് അയക്കുകയായിരുന്നു പിതാവായ ഉർഫാൻ ഷെരീഫും രണ്ടാനമ്മ ബെയ്നാഷ് ബാത്തൂളും ചേർന്ന്. സാറയുടെ നേരെ കാണിച്ച ക്രൂരത പൊറുക്കാനാവില്ല എന്നായിരുന്നു വിധി. പ്രസ്താവത്തിനിടയിലാണ് ഇത്തരത്തിൽ ബ്രിട്ടൻ കോടതിയിലെ ജസ്റ്റിസ് കാവനാഗ് ബെഗൻ ഇങ്ങനെ പറഞ്ഞത്. ഷെരീഫിന് 40 വർഷത്തെ തടവും ബാത്തൂളിന് 30 വർഷത്തെ തടവും വിധിച്ച ജഡ്ജി അവരുടെ സഹായിയായ മാലിക്കിന് 16 വർഷത്തെ തടവും വിധിച്ചു. സാറയുടെ പിതാവ് എന്ന നിലയിൽ പ്രധാന ഉത്തരവാദിത്തം അയാൾക്കാണെന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, സംഭവത്തിൽ ബാത്തൂളും മാലിക്കും പശ്ചാത്താപിക്കുന്നില്ല. അതികഠിനമായി മർദ്ദിച്ചായിരുന്നു ഈ 10 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത്. സാറയുടെ മൃതദേഹം അവരുടെ വീടിനുള്ളിൽ കണ്ടെത്തുമ്പോൾ ചുരുങ്ങിയത് 71 മുറിവുകളെങ്കിലും കുട്ടിയുടെ ദേഹത്ത് ഉണ്ടായിരുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം വോക്കിംഗ് സാറയിലെ വീട്ടിൽ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ കഴുത്തും ഒടിഞ്ഞ നിലയിലായിരുന്നു. ഷെരീഫും ബാത്തൂളും കൊലപാതക കേസിൽ കുറ്റവാളികളാണെന്ന് കഴിഞ്ഞ ബുധനാഴ്ച കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുട്ടിയെ കൊല്ലുന്നതിന് സാഹചര്യമൊരുക്കുകയും അതിന് അനുവദിക്കുകയും ചെയ്തു എന്നതാണ് മാലിക്കിന്റെ പേരിലുള്ള കുറ്റം. വ്യത്യസ്ത സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു സാറയെ മർദ്ദിച്ചിരുന്നത്. അതുകൂടാതെ തിളച്ച വെള്ളം അവൾക്ക് മേൽ ഒഴിക്കുകയും ചെയ്തിരുന്നു. ക്രിക്കറ്റ് ബാറ്റ്, ലോഹദണ്ഡുകൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിന് പുറമെ ലോഹദണ്ഡ് ചൂടാക്കി ഈ കുട്ടിയുടെ ദേഹത്ത് വയ്ക്കുകയും ചെയ്തിരുന്നു അത്രേ. മറ്റാർക്കും അസാധാരണമായി തോന്നാവുന്ന ഇതുപോലുള്ള ശിക്ഷകളെല്ലാം സാധാരണമാണെന്നും അതിന് താൻ അർഹയാണെന്നും കുട്ടിയെ വിശ്വസിപ്പിക്കാൻ ഇരുവരും ശ്രമിച്ചതായും കോടതി കുറ്റപ്പെടുത്തി. വിധി പ്രസ്താവത്തിന്റെ ഒരു സന്ദർഭത്തിലും പ്രതികൾ ഒരു പ്രതികരണവും നടത്തിയില്ല. കോടതിയിലുണ്ടായിരുന്ന സമയം അത്രയും അവർ നിർവികാരമായി താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കോടതി വിധിക്ക് ശേഷം ഷെരീഫിനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അയാൾക്ക് നേരെ കൈചൂണ്ടി ചെകുത്താൻ എന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അതേസമയം അന്ന് സാറയെ കൊലപ്പെടുത്തി ഇവർ പാകിസ്ഥാനിലേക്കായിരുന്നു പോയത്. പിന്നീട് ഷെരീഫ് തന്നെയാണ് പോലീസിനെ വിളിച്ച് സാറ അവിടെ മരിച്ചു കിടക്കുന്നു എന്ന വിവരം അറിയിച്ചത്. അതിനുശേഷമാണ് പ്രതികൾക്കുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചതും പാകിസ്ഥാനിൽ വെച്ച് അറസ്റ്റ് ചെയ്തതും. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. രണ്ടാനമ്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്വന്തം പിതാവും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. 74ഓളം മുറിവുകളാണ് കുഞ്ഞ് സാറയുടെ ദേഹത്ത് ഉണ്ടായിരുന്നത്.